എല്ലാ പ്രേക്ഷകർക്കും ഋഷി ആയുർവേദ ജീവൻ രേഖയിലേക്ക് സ്വാഗതം. പ്രമേഹത്തെക്കുറിച്ചും അനുബന്ധ രോഗങ്ങളെയും കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഋഷി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ NK സെബാസ്റ്റ്യനാണ്. ഡോക്ടറിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡോക്ടർ. പ്രമേഹത്തെയും അനുബന്ധ രോഗങ്ങളെയും കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തത്. നമ്മുടെ സംശയങ്ങൾക്ക് ഡോക്ടർ വളരെ വിശദമായി തന്നെ മറുപടികൾ നൽകിയിരുന്നു. ഫോൺ കോൾസും മെയിൽസും ഒക്കെ വഴി നമുക്ക് വളരെ നല്ല റെസ്പോൺസാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് മെയിലുകൾ വഴിയോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കോ വിളിച്ച് അറിയിക്കുക. ഞങ്ങളുടെ മെയിൽ ID info@rishihospital.com. ഡോക്ടർ, ഈ ആഴ്ച നമുക്ക് വന്നിരിക്കുന്ന മെയിലുകളിൽ കൂടുതൽ പേരും ചോദിച്ചിരിക്കുന്നത് പ്രമേഹ രോഗികളിലെ കണ്ണുകളെ ബാധിക്കുന്ന റെറ്റിനോപ്പതിയെ പറ്റിയാണ്. അപ്പം നമുക്കതിലൊരു മെയിൽ വായിക്കാം. അപ്പോൾ ഈ മെയിൽ അയച്ചിരിക്കുന്നത് മുംബൈയിൽ നിന്ന് മുരളിയാണ്. അപ്പോൾ മുരളി പറയുന്നത് മുംബൈയിലുള്ള ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അപ്പോൾ 11 വർഷമായിട്ട് അദ്ദേഹത്തിന് പ്രമേഹ രോഗം ബാധിച്ചിട്ടുണ്ട്. രാവിലെയും വൈകിട്ടുമായിട്ട് 40 യൂണിറ്റ് ഇൻസുലിൻ എടുക്കുന്നുണ്ട്. കൂടാതെ 2 നേരം ഗുളികകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പ്രമേഹത്തിൻ്റെ അസ്വസ്ഥതകളെല്ലാം തന്നെ അലട്ടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത് കണ്ണിൻ്റെ കാഴ്ചമങ്ങലാണ്. കഴിഞ്ഞ ഒരു 1.5 വർഷത്തോളമായിട്ട് കണ്ണിന് നല്ല മങ്ങലുണ്ട്. കൂടാതെ കൈകാലുകൾക്ക് തരിപ്പ്, മരവിപ്പ് തുടങ്ങിയ പ്രമേഹ രോഗികളെ ബാധിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും അദ്ദേഹത്തിനുണ്ട്. പിന്നെ പരിശോധനയുള്ള കണ്ണിൽ പരിശോധിച്ചപ്പോൾ അത് ഡയബറ്റീസ് മൂലം ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി ആണെന്ന് അറിയാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ തലവേദന മുതലായ എല്ലാ അസ്വസ്ഥതകളും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഇതിന് ഫലപ്രദമായൊരു ചികിത്സ ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ പറയുന്നത് പൊതുവെ ഡോക്ടേഴ്സും സാധാരണ ആൾക്കാരും ഒക്കെ ധരിച്ചിരിക്കുന്നത് നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് ഒരു ഫലപ്രദമായ ചികിത്സ ഇല്ലെന്നാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഡോക്ടറോട് ചോദിക്കട്ടെ, എന്താണ് ഡയബറ്റിക് റെറ്റിനോപ്പതി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നൊരു അവസ്ഥ ഉണ്ടാവുന്നത്? ഇപ്പോൾ എത്ര വർഷമായി ഇദ്ദേഹത്തിന് തുടങ്ങിയിട്ട്? അദ്ദേഹത്തിന് 11 വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്. 11. ബോംബെയിലാണ്. ഫാസ്റ്റിംഗ് പറഞ്ഞിരിക്കുന്നത് 180-നും 190-നും ഇടയിലാണെന്നാണ് പറഞ്ഞത്. ഇത്രയും ഇൻസുലിൻ എടുത്തിട്ടും 180-190 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇപ്പം എന്താണ് എന്നോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നാണ്, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്തുകൊണ്ടാണ് ഈ പ്രമേഹ രോഗികൾക്ക് ഉണ്ടാകുന്നത്? ഡയബറ്റിക് റെറ്റിനോപ്പതി സാധാരണ റെറ്റിനോപ്പതിയുണ്ട്. സാധാരണ റെറ്റിനോപ്പതിയാണ്, അത് ട്രീറ്റ് ചെയ്താൽ വലിയ ബുദ്ധിമുട്ടൊക്കെ കൂടാതെ തന്നെ സുഖമാവും. അതെ. എന്നാൽ ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിച്ചു കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് സുഖമാക്കാൻ പറ്റിയില്ലെന്നാണ് ഇന്ത്യയിലും വേൾഡ് വൈസ് നോക്കിയാലും അത് പറയുന്നത്. അപ്പോൾ എന്നാൽ ഋഷിയിൽ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും, ചികിത്സിക്കാൻ പറ്റും. ധാരാളം ആൾക്കാർ ഇതിൻ്റെ ചികിത്സയിൽ നിന്ന് അസുഖത്തിൽ നിന്നൊക്കെ ചികിത്സിച്ചതിന് ശേഷം മോചനം കിട്ടിയ ധാരാളം ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയും തീർച്ചയായിട്ടും ചികിത്സിച്ച് സുഖമാക്കാം, ഇല്ല എന്നുള്ളതില്ല, തീർച്ചയായിട്ടും സാധിക്കും. അതെ. അപ്പോൾ ഡയബറ്റിസ് പേഷ്യൻസിന് ഒരു എത്ര നാൾ ഡയബറ്റീസ് തുടങ്ങി ഒരു എത്ര കാലം കഴിഞ്ഞ ശേഷമാണ് സാധാരണ നമ്മൾ ഡോക്ടർ ഹോസ്പിറ്റലിലൊക്കെ വരുന്നതാണല്ലോ സാധാരണ പേഷ്യൻസ്, അപ്പോൾ എത്ര നാളുകൾക്ക് ശേഷമാണ് സാധാരണ ഒരു ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിക്കുന്നത്? സാധാരണഗതിയിൽ ഒരു ഡയബറ്റിക്കോ ബാധിച്ചതിന് ശേഷം ഒരു 8-10 വർഷം കഴിയുമ്പോഴാണ് നമുക്ക് റെറ്റിനോപ്പതിയിലോട്ട് അല്ലെങ്കിൽ ന്യൂറോപ്പതിയിലോട്ട് ബാധിക്കുന്നത്. ന്യൂറോപ്പതിയുടെ ഒരു ഭാഗം തന്നെയാണ് റെറ്റിനോപ്പതി. കണ്ണിനെ അനുബന്ധ ഭാഗങ്ങളെ ബാധിക്കുന്നതിനാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അതല്ലാതെ ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിൽ വരുന്നതിന് പൊതുവായിട്ട് പറഞ്ഞാൽ അത് ന്യൂറോപ്പതിയുടെ എന്ന് പറയും. അതിൽ ഓട്ടോണോമിക് ന്യൂറോപ്പതിയുടെ ഒരു ഭാഗമാണ് റെറ്റിനോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി. അപ്പോൾ ശരിക്കും റെറ്റിനോപ്പതിയിൽ എന്താണ് സംഭവിക്കുന്നത്? കണ്ണുകൾക്ക് ഏത് ഭാഗത്തിനാണ് തകരാറ്, അല്ലെങ്കിൽ എന്താണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന് സംഭവിക്കുന്ന തകരാറ്? പ്രമേഹ രോഗികൾക്ക് ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാഴ്ചയിൽ മങ്ങലുണ്ടാവുക, നമ്മൾ വ്യക്തതയില്ലാതെ വരികയാണ്. അതല്ലാതെ രണ്ടാമതുള്ളത്
നമ്മളൊരു കാഴ്ച കാണുമ്പോൾ ആ ഭാഗത്ത് ചെറിയ ചെറിയ പുള്ളികളായിട്ട്, അതുപോലെ കറുത്ത പാടുകൾ, അതുപോലെ അതിലും അല്പം കൂടെ പല ഡിസൈനിലുള്ള ആ രൂപത്തിൽ വലുതായിട്ട് കാണിക്കുക. റെറ്റിനോപ്പതി കൂടുന്നതനുസരിച്ച് അതിൻ്റെ വലിപ്പച്ചെറുപ്പം, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു പല ഭാഗങ്ങൾ ശൂന്യമായിട്ട് തോന്നുക. അത് കൂടുതലും കറുത്ത ഭാഗമായിട്ടാണ് തോന്നുന്നത്. ഇതൊരു ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ്. ഇത് കൂടാതെ നമുക്ക് ഇപ്പോൾ റെഡ് കളറ് അല്ലെങ്കിൽ ഗ്രീൻ അതുപോലെ നല്ല വ്യക്തതയായിട്ടുള്ള പല കളറുകളും അതിൻ്റേതായ ആ നിറം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ കറുത്ത പാടുകൾ അല്ലെങ്കിൽ ആ പൊട്ടുകൾ ഫ്ലോട്ട് ചെയ്യും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് പോലെ ഈ പോയിൻറ്റ്സ് മുഴുവനും ചലിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. അപ്പോൾ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞു തുടങ്ങിയാൽ നമ്മൾ ആദ്യം ഡയബറ്റോളജിസ്റ്റിനെ കാണണം അല്ലേ? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഡയബറ്റോളജിസ്റ്റിനെയാണ് നമുക്ക് ആദ്യമായിട്ട് കാണേണ്ടത്. ഡയബറ്റോളജിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണല്ലോ നമ്മളിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് കണ്ണിനെ പറ്റിയുള്ള വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറയുക. ആ സമയത്ത് അദ്ദേഹം ഏതാണോ നല്ലൊരു ഒപ്തൽമോളജിസ്റ്റ് അന്ന് നോക്കിയിട്ട് ആ കണ്ണിൻ്റെ ഡോക്ടറെ അദ്ദേഹം റെഫർ ചെയ്യും. അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ഇപ്പോൾ ആദ്യം കാഴ്ചമങ്ങലിൽ തുടങ്ങിയപ്പോഴാണല്ലോ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു കണ്ണിന് ഇങ്ങനെ ഒരു പ്രശ്നം ബാധിച്ചിട്ടുണ്ടെന്ന്. അതിനുശേഷം ഇങ്ങനെ ചെറിയ പൊട്ടുകൾ ഒഴുകി നടക്കുന്ന പോലെ അങ്ങനെയൊക്കെ തോന്നുന്നു ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം എന്താണ് ഇത് ഭാവിയിൽ ഒരു അന്ധതയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ടോ? യാതൊരു സംശയം വേണ്ട. വളരെ നന്നായിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി ശ്രദ്ധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല ഡോക്ടറെ കൊണ്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, അന്ധത ആദ്യം ഭാഗികമായിട്ടായിരിക്കും. അതൊരു കണ്ണിന് ആദ്യ കാഴ്ച പൂർണ്ണമായിട്ടും നശിച്ചു പോയിട്ട് പിന്നെ അടുത്ത കണ്ണിനും അത് തന്നെ. അതല്ലെങ്കിൽ രണ്ട് കണ്ണിനും ഒരേ രീതിയിലും അത് ബാധിക്കാം. പ്രമേഹ രോഗികളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ്. അതുകൊണ്ട് അത് ആർക്കെങ്കിലും ഈ റെറ്റിനോപ്പതി കാഴ്ചയ്ക്ക് മങ്ങലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഡോട്ട്സ് ബ്ലാക്ക് കളറിലോ അതുപോലെ കണ്ണിന് കളർ വ്യത്യാസമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കണ്ട് പ്രത്യേകമായിട്ട് ഈ കാര്യം പറയേണ്ടതാണ്. അപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഒരു ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന ഒരു കേസ് വരുമ്പോൾ സാധാരണ നമ്മൾ ലേസർ ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതൊക്കെയാണ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എത്രയാണ് അതിൻ്റെ ഒരു കുറവ് അനുഭവപ്പെടുമോ? ഗുണം കിട്ടും അല്ലേ? ലേസർ ട്രീറ്റ്മെൻറ്റും കൊണ്ട് നമുക്ക് ഗുണം കിട്ടും. ആ ഗുണം കിട്ടിയാൽ തന്നെ ഒരു താൽക്കാലികമായിട്ടായിരിക്കും. ഋഷിയിൽ ഇതിന് എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ നൽകുന്നത്? ഈ ഡയബറ്റിക് ഈ റെറ്റിനോപ്പതികളുടെ ഋഷി ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാകുന്നതെന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രമേഹമാണ്. അതെ, ആ കാരണം എന്താണോ ആ കാരണത്തിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ആ കാരണം എന്താണ്? നമ്മുടെ കാരണം എന്താണ്? പ്രമേഹമാണ്. പ്രമേഹം വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ ഒരു കുറച്ച് വർഷം കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള നെർവ് സിസ്റ്റത്തിനെയും ബ്ലഡ് വെസൽസിനെയും അതിൻ്റെ ഭിത്തികളെയെല്ലാം അത് സാരമായിട്ട് ബാധിക്കും. അതിന് സാധാരണഗതിയിൽ ന്യൂറോപ്പതി എന്നാണ് പറയുന്നത്. ആ ന്യൂറോപ്പതി തന്നെ പെറിഫർ ന്യൂറോപ്പതിയുണ്ട്, അതുപോലെ ഓട്ടോണോമിക് ന്യൂറോപ്പതിയുണ്ട്. പെറിഫർ ന്യൂറോപ്പതിയാണ് കൈകാലുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ ഹാർട്ടിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത്. അത് നമ്മുടെ കൈകാലുകളാണല്ലോ. ആ ഭാഗത്തെ ബാധിക്കുന്നതിനാണ് പെറിഫർ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. എന്നാൽ ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന ന്യൂറോപ്പതിക്ക് ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഓട്ടോണോമിക് ന്യൂറോപ്പതിയുടെ ഒരു ഭാഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. അപ്പോൾ കണ്ണും അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഭാഗങ്ങൾക്കെല്ലാം ബാധിക്കുമ്പോഴാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി കാര്യമായിട്ട് നമുക്ക് ബാധിക്കുന്നതും കാഴ്ച മങ്ങലുണ്ടാകുന്നതും
ഇതുപോലെയുള്ള തകരാറുകളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഡോക്ടർ, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകളെ മാത്രമാണോ ബാധിക്കുന്നത്, അതോ നമുക്ക് ഏതാണ് ഏറ്റവും അഫക്റ്റഡ് ആവുന്ന പാർട്ട്? റെറ്റിന ആണല്ലോ, റെറ്റിന എന്ന് പറഞ്ഞാൽ റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ റെറ്റിനയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വേറെ എന്തൊക്കെ ഭാഗങ്ങളെയാണ് നമ്മുടെ തലച്ചോറിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ? നമ്മൾ സാധാരണഗതിയിൽ ഈ കണ്ണിന് ട്രീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഗുണം കിട്ടാത്തതിൻ്റെ കാരണം കണ്ണിന് മാത്രം ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കണ്ണിന് മാത്രം ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് പൂർണ്ണമായിട്ടും സുഖം കിട്ടാത്തത്, അല്ലെ താൽക്കാലികമായിട്ടുള്ള ഗുണം കിട്ടുന്നത് അതാണ്. ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊക്കെ കണ്ണിന് മാത്രമാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് കണ്ണിന് മാത്രമല്ല ഉണ്ടാകുന്നത്. കണ്ണിൻ്റെ റെറ്റിനയിലാണ് ഒരു ഭാഗത്തിന് തകരാറുള്ളത്. കണ്ണിൻ്റെ റെറ്റിന എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ പുറകുവശത്ത്, ബിഹൈൻഡ് ഓഫ് ദ ഐ, ആ ഭാഗത്താണ് റെറ്റിന. ഈ റെറ്റിന കൂടാതെ നമ്മൾ ഈ കാണുന്ന ഭാഗം റെറ്റിന ആണ് അത് ഒപ്പിയെടുക്കുന്നത്. അത് നമ്മൾ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നത് സെറിബ്രത്തിലാണ്. സെറിബ്രത്തിൽ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗത്താണ് ഈ കാഴ്ച കൊണ്ടുപോയി അത് വിഷ്വൽ ഇമ്പൾസ് കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന അവിടെയാണ്, സെറിബ്രൽ കോർട്ടെക്സിലാണ്. ഈ സെറിബ്രൽ കോർട്ടെക്സിൽ തകരാറുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവിടെ ന്യൂറോപ്പതിയുടെ ഭാഗം അല്ലെങ്കിൽ ന്യൂറോപ്പതി ബാധിച്ചിരിക്കുന്ന സെല്ലുകളായതുകൊണ്ട് അത് വീക്കായതുകൊണ്ട് കാണുന്ന ആ ഭാഗം വിഷ്വൽ ഇമ്പൾസ് അത് കൊണ്ടുവന്ന് പൂർണ്ണമായിട്ടും അവിടെ പതിപ്പിച്ച് അവിടെ ഫീഡ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പം അത് അപ്പോൾ റെറ്റിനായിക്ക് ബാധിക്കുന്നതോടൊപ്പം തന്നെ സെറിബ്രൽ കോർട്ടെക്സിനെ അത് ബാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ നമ്മൾ ഈ കാണുന്ന ഭാഗം അത് വിഷ്വൽ ഇമ്പൾസ് റെറ്റിനയിലോട്ട് പോകുന്നത് ഒപ്റ്റിക് ഫൈബർ വഴിയാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ ഋഷി ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് ഒപ്റ്റിക് ഫൈബർ, റെറ്റിന, സെറിബ്രൽ കോർട്ടെക്സ് ഇല്ലേ, പിന്നെ ഈ വിഷ്വൽ ഇമ്പൾസ്, ഇത്രയും 4 കൂട്ടത്തിന് ഒരുപോലെ നോക്കിയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഋഷി ഹോസ്പിറ്റലിൽ ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് ഒരു പരിധിവരെ ട്രീറ്റ് ചെയ്യാനും അത് സുഖപ്പെടുത്താനും സാധിക്കുന്നത്. എന്നാൽ ഈ മറ്റുള്ള ചികിത്സാ വിധികളിലൊക്കെ ചികിത്സ ചെയ്ത് കഴിയുമ്പോൾ ഈ കണ്ണിന് ട്രീറ്റ് ചെയ്തിട്ട് താൽക്കാലികമായിട്ടുള്ള ശമനമോ അല്ലെ ശമനം കിട്ടാതെയോ വരുന്നതിൻ്റെ കാരണം ഈ 4 ഭാഗത്തും ഒരുപോലെ ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ടിട്ടാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ കാരണക്കാരനായ ഡയബറ്റിക്, ആ ഡയബറ്റിക്കിനെയാണ് നമ്മൾ ആദ്യം എയിം ചെയ്യുന്നത്. അത് പൂർണ്ണമായിട്ടും സുഖമാക്കുക. ആ റെറ്റിനോപ്പതി, ആ ഉണ്ടാകാനുള്ള കാരണമായ ന്യൂറോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, അത് നിയന്ത്രിക്കുക ആദ്യമായിട്ട്. അങ്ങനെ നിയന്ത്രിച്ചതിന് ശേഷമാണ് അതോടെ കൺട്രോളായല്ലോ, ഡയബറ്റിക് കൺട്രോളായി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാരണം അതിൻ്റെ ദൂഷ്യം കൊണ്ട് നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി വരാനുള്ള, പുതിയതായിട്ട് വരാനുള്ള സാധ്യത കുറഞ്ഞു. പിന്നെ നമുക്കുള്ള റെറ്റിനോപ്പതിക്ക് വന്നിരിക്കുന്ന അത് അല്ലേ, ആ റെറ്റിനോപ്പതി എന്ന് വരുന്ന ആ ഒരു സ്ഥിതി മാറ്റിയെടുക്കുക എന്നുള്ളതുള്ളൂ. അപ്പോൾ അത് മാറിക്കഴിയുമ്പോഴത്തേനും നമുക്ക് സാധാരണ നല്ല കാഴ്ച കിട്ടും. ധാരാളം ആൾക്കാർക്ക് വളരെ നല്ല ഫോം കിട്ടിയതായിട്ട് നമുക്ക് അനുഭവമുണ്ട്. അപ്പോൾ ഡോക്ടർ, എത്തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഇത്? അഡ്മിറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണോ അതോ ആണോന്നൊന്നുമില്ല. അതിപ്പോൾ കൂടുതൽ ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 20 യൂണിറ്റിന് മുകളിലോട്ട്, 20 ഇപ്പം തന്നെ നമ്മൾ 40 യൂണിറ്റ് എടുക്കുന്ന ഒരാളിനാണെങ്കിൽ IP ആണ് ഏറ്റവും നല്ലത്. ഒന്ന് കിടന്ന് ഒരു 21 ദിവസമെങ്കിലും കിടന്ന് ട്രീറ്റ് ചെയ്യാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഋഷിയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ട്രീറ്റ്മെൻ്റ് ഉണ്ടോ? ഋഷിയുടെ എല്ലാ ബ്രാഞ്ചുകളിലും പ്രമേഹത്തിനുള്ള ട്രീറ്റ്മെൻറ്റ്, ഒപ്പം തന്നെ ന്യൂറോപ്പതിക്കും ഡയബറ്റിക് റെറ്റിനോപ്പതിക്കുമുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് പൂർണ്ണമായിട്ടും അതിന് എല്ലാം ഇവിടെ ഈരാറ്റുപേട്ട കോട്ടയത്ത് വരേണ്ട കാര്യമില്ല. IPക്ക് മാത്രം അങ്ങനെയുള്ളത് മാത്രം അവിടെ വന്നാൽ മതി. ബാക്കിയുള്ളതെല്ലാം എല്ലാ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉണ്ട്, അവർ ട്രീറ്റ് ചെയ്തോളും ധൈര്യമായിട്ടത്.
ഡോക്ടറെ നമുക്ക് ചികിത്സയെ പറ്റി പറഞ്ഞു. പിന്നെ എന്തെങ്കിലും കണ്ണിന് എന്തെങ്കിലും വ്യായാമങ്ങളൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ ഒരു വ്യത്യാസം വരുത്താൻ സാധിക്കില്ലേ? അത് കണ്ണിന് മാത്രമല്ല, പ്രമേഹ രോഗികൾക്ക് ഋഷി ഹോസ്പിറ്റലിൽ ചെയ്തിരിക്കുന്നത് ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് എക്സർസൈസാണ്, വ്യായാമമുണ്ട്, നല്ല നടത്തമുണ്ട്. അതിൽ എക്സർസൈസിൻ്റെ ഭാഗം എങ്ങനെയാണ്, തല മുതൽ കണ്ണ്, തല, കഴുത്ത്, അങ്ങനെ കൈകാലുകൾ, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും വളരെയധികം ഗുണം കിട്ടത്തക്ക രീതിയിലുള്ള വ്യായാമമാണ്. വ്യായാമം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളതല്ല, വളരെ സിമ്പിളായിട്ടുള്ള വ്യായാമമാണ്. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് കണ്ണാണ്. കണ്ണിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ വ്യായാമങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? കണ്ണിന് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാനായിട്ടുള്ളത്, ഒന്ന് കാണിക്കാനുള്ള സൗകര്യമില്ലാത്തതിൻ്റെ വളരെ ചെറുതായിട്ടൊന്ന് പറയാം. അത് ആദ്യമായിട്ട് ശ്വാസം നന്നായിട്ട് ഒരു 5-10 പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് ചെയ്യുക. നല്ലപോലെ ശ്വാസം എടുത്ത് അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെല്ലുന്നുണ്ട് എന്ന് നമ്മൾ ബോധ്യമാവുക. അതിനുശേഷം ഉച്ഛ്വാസവായു വളരെ സാവകാശം പുറത്തേക്ക് വിടുക. ശ്വാസത്തിലായിരിക്കണം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അങ്ങനെ ശ്വാസം എടുത്ത് വിടുമ്പോൾ യോഗാസനത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ശ്വാസക്രമം. അത് നമ്മളിപ്പം 5 എണ്ണുന്നോടം വരെ ആ സമയം കൊണ്ടാണ് 1, 2, 3 അങ്ങനെ 5 എണ്ണുന്ന ആ സമയം കൊണ്ടാണ് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നിറയുന്നതെങ്കിൽ അതിൻ്റെ നേരെ ഇരട്ടി സമയം പിടിച്ചു നിർത്തുക. 10 എണ്ണുന്നോടം വരെയുള്ള സമയം പിടിച്ചു നിർത്തുക. പിന്നെ അടുത്ത 1, 2 ഇങ്ങനെ 10 എണ്ണുന്നോടം വരെയും കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. 1:2:2 അതാണ് 1, 2, 2 അങ്ങനെയാണ്. ഇരട്ടി സമയം കൊണ്ട് ശ്വാസം പിടിച്ചു നിർത്തുക, ഇരട്ടി സമയം കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി ശ്വാസം പിടിച്ചു നിർത്താനായിട്ട് പറ്റിയില്ലെങ്കിലും എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ഇതാണ് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. ഇതുകൊണ്ടുള്ള ഗുണം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഓക്സിജൻ ചെല്ലുക എന്നുള്ളതാണ്. ഇതിന് ശേഷം കണ്ണുകൾ നമ്മൾ സ്റ്റഡിയായിട്ട് നിൽക്കുക. അതിന് ശേഷം കണ്ണുകളെ ഇടത്തേക്ക് ഒന്ന് ചലിപ്പിക്കുക, അതുപോലെ അല്ലെങ്കിൽ നോക്കുക, അതോടൊപ്പം തന്നെ വലത്തോട്ട് നോക്കുക. അപ്പോൾ ഒന്നായി. അങ്ങനെ വീണ്ടും ഇടത്ത് വലത്ത് അങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. ഇടത്തും വലത്തും ഒന്ന് വരുമ്പോഴാണ് നമുക്ക് 1 ആവുന്നത്. അങ്ങനെ 10 പ്രാവശ്യമെങ്കിലും ചെയ്യുക. ആദ്യം ഒരാഴ്ചത്തേക്ക് 5 പ്രാവശ്യം ചെയ്താലും മതി. അതിനുശേഷം അത് 10 പ്രാവശ്യം ചെയ്യുന്നത് നല്ലതാണ്. രണ്ടാമത് നമ്മൾ കണ്ണുകൾ മുകളിലേക്ക് നോക്കുക, അതുപോലെ തന്നെ താഴോട്ടും നോക്കുക. ഇതുപോലെ തന്നെ അങ്ങനെ മുകളിലോട്ടും താഴോട്ടും നോക്കുന്നത് കൊണ്ട് അതാണ് 1 പറയുന്നത്. അങ്ങനെ 10 പ്രാവശ്യം. പിന്നെ അതിനുശേഷം കോണോട് കോണ് നമ്മളൊരു ഗുണന് വിട്ടാൽ എങ്ങനെയുണ്ട് അതുപോലെ കോണോട് കോണ് നമ്മൾ നോക്കണം. ഇതിന് ഈ 3 എക്സസൈസ് കഴിഞ്ഞാൽ നാലാമത്തേത് നമ്മൾ വലത്തോട്ട് കറക്കുക. പൂർണ്ണമായിട്ടും വലത്തോട്ടും ഒന്ന് വലത്തോട്ട് കറക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇടത്തോട്ടും കറക്കുക. അങ്ങനെ കറക്കി കഴിയുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും ഒന്ന് കറങ്ങി കഴിയുമ്പോഴാണ് അതൊന്ന്. അങ്ങനെ ഒരു 10 പ്രാവശ്യം നമ്മൾ ചെയ്യണം. ഇത് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ഒരാഴ്ചത്തേക്ക് 5 പ്രാവശ്യവും അതിന് ശേഷം 10 പ്രാവശ്യവും ചെയ്യാം. ഇത് ഒരു കുറച്ച് നാൾ തുടർച്ചയായിട്ട് ചെയ്യണം. ഈ ഡയബറ്റിക്കിൻ്റെ ന്യൂറോപ്പതിക്കുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെയും ഭാഗം ഋഷിയിലെ ഈ വ്യായാമമാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. പിന്നെ നല്ലപോലെ നടക്കുക. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് ബാധിച്ചിരിക്കുന്നവരും ഇത് ചെയ്യുക. കാഴ്ച അല്പം പോലും ഇല്ലാത്ത ആൾക്കാർ പോലും ഇത് അടുത്ത ആൾക്കാരുടെ സഹായത്തോടുകൂടി ഇത് നമുക്ക് ഏറ്റുനിന്ന് ശ്വാസം എടുത്ത് വിട്ട് ചെയ്യാം. അങ്ങനെ ഏറ്റുനിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇരുന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യാം. ഇത് ചെയ്യുന്ന ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിൽ വ്യായാമം ചെയ്യുന്നത് പോലെ തന്നെ കണ്ണിനും വളരെ പ്രാധാന്യമായിട്ട് ചെയ്യേണ്ടതാണ്. ഡോക്ടർ ശില്പേൻ്റെ ഇപ്പോൾ വേറൊരു അഡ്വൈസ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ ഡയബറ്റിക് ന്യൂറോപ്പതി വന്നതിന് ശേഷമല്ലാതെ ഇത് വരാതിരിക്കാനും ഈ വ്യായാമവും പ്രത്യേകിച്ച് ഈ കണ്ണിൻ്റെ വ്യായാമവും
തുടർച്ചയായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഡയബറ്റിസ് ഇല്ലാത്തവർക്കും ഡയബറ്റിക് ഇല്ലാത്തവർക്കും സാധാരണ ആൾക്കാർക്കും ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പോൾ ഈ സ്പെക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പൊതുവെ ഇപ്പോൾ കുട്ടികളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. കണ്ണിന്റെ പ്രശ്നങ്ങൾ ഡയബറ്റിസ് മൂലം ആയിട്ടും അല്ലാതെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അവരിൽ ഒരു പരിധിവരെ സ്പെക്സിന്റെ ഉപയോഗമൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുകയില്ലേ? എക്സസൈസ് ചെയ്യാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്പെക്സ് ഉപയോഗിക്കുന്നതിൻ്റെ അതിൽ വളരെയധികം നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഇത് കൊച്ചിലെ സ്കൂളുകൾ തലങ്ങളിൽ മുതൽ ഈ എക്സസൈസൊക്കെ ശീലിക്കാവുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ സ്പെക്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൃത്രിമമായിട്ടുള്ള പലതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഡോക്ടർ, ഇപ്പം നമ്മൾ റെറ്റിനോപ്പതിയുടെ കാര്യം പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് വേറെ കുറച്ച് പ്രശ്നങ്ങളും കൂടെ പറയുന്നുണ്ട്. ഭയങ്കര വിട്ടുമാറാത്ത തലവേദനയാണ്. അപ്പോൾ കുറേ നാളായിട്ട് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ട്, എങ്കിലും തലവേദനയ്ക്ക് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ പ്രമേഹ രോഗികളിൽ തലവേദനയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രമേഹ രോഗികളിൽ ഈ തലവേദന എന്ന് പറയുന്നത് നമുക്കൊരു രോഗമെന്ന് പറയാൻ പറ്റില്ല. ഈ തലവേദന ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയാം. വയറ്റിൽ എന്തെങ്കിലും തരത്തിൽ ഉള്ള അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമുക്ക് തലവേദന ഉണ്ടാകും. മൈഗ്രെയിൻ ഹെഡേക്ക് ഉണ്ടാകുന്നത് തലയ്ക്കാണ് തലവേദന ഉണ്ടാകുന്നതെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡിയോഡിനത്തിൽ ബൈൽ വന്ന് കിടന്നിട്ട് അവനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ആണ് ഒന്നുകിൽ തലകറക്കോ അതല്ലെങ്കിൽ തലവേദന ഉണ്ടാകുന്നത്. അത് ഈ തലവേദനയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എന്നും ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ആ മൈഗ്രെയിൻ ഹെഡേക്ക് ഉണ്ടാകുന്നത് നമുക്ക് തലയ്ക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ഡിയോഡിനത്തിലെ തകരാറ് കൊണ്ടാണ് അത് സംഭവം. എന്ന് പറഞ്ഞതുപോലെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും ഉണ്ടാകുന്ന തകരാറുകൊണ്ട് അത് നമ്മളിൽ പ്രതിഫലിക്കുന്നത് തലവേദനയായിട്ടായിരിക്കും. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിനും നമുക്ക് അതിൻ്റെ ഒരു പ്രതിഫലനം തലവേദനയായിട്ട് പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. അത് തന്നെയല്ല, ഈ തലവേദന ഉണ്ടാകുന്ന ആൾക്കാർക്കും അതല്ലാത്തവർക്കും ഒക്കെ ഉറക്കത്തിനെ അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഉറക്കം തീരെ കുറഞ്ഞു പോകുന്നതാണ് അതിൻ്റെ ഒരു ലക്ഷണമാണ് പ്രമേഹത്തിൻ്റെ. ഡോക്ടർ, ഇപ്പോൾ തലവേദനയെ പറ്റി ഡോക്ടർ പറഞ്ഞല്ലോ, ഇതിന് ഋഷിയിൽ ഫലപ്രദമായ ചികിത്സയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഋഷിയിലെ ട്രീറ്റ്മെൻറ്റിന് പ്രത്യേകിച്ച് തലവേദനയ്ക്ക്, അതും ഡയബറ്റിക് പേഷ്യൻസിനുണ്ടാകുന്ന തലവേദന, ഇതിന് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഉള്ളിൽ മരുന്ന് കഴിക്കാതെ തന്നെ തലയിൽ ഒരു എണ്ണ വെച്ച്, അത് ഏറ്റവും ബുദ്ധിമുട്ട് പച്ചമരുന്ന് നിന്നുണ്ടാക്കിയിരിക്കുന്ന എണ്ണയാണ്, മെഡിക്കേറ്റഡ് ഓയിലാണ്. ഇത് സാധാരണ നമ്മൾ ഭാരതത്തിൽ തലയിൽ എണ്ണ വെച്ച് കുളിക്കാമെന്നുണ്ട്. അങ്ങനെ എണ്ണ തലയെ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ ഈ തലവേദന പൂർണ്ണമായിട്ടും മാറുന്നതാണ്. ഇതോടുകൂടി അവരുടെ തലവേദന പൂർണ്ണമായിട്ടും മാറുകയും നല്ല ഉറക്കം കിട്ടുകയും പ്രശ്നങ്ങളെല്ലാം മാനസികമായിട്ട് നല്ല ഫോം കിട്ടുമല്ലോ. പ്രമേഹ രോഗികളുടെ കണ്ണുകളെ ബാധിക്കുന്ന റെറ്റിനോപ്പതിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് ഡോക്ടർ വളരെ വിശദമായി തന്നെ മറുപടികൾ നൽകിയിരുന്നു. പ്രമേഹത്തെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് മെയിലുകൾ വഴിയോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അറിയിക്കുക. ഞങ്ങളുടെ മെയിൽ ID info@rishihospital.com. പ്രമേഹത്തെക്കുറിച്ച് ഇത്രയും നന്നായി വിശദീകരിച്ചു തന്ന ഡോക്ടർക്ക് ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. പ്രമേഹം മൂലം കഷ്ടപ്പെടുന്നവർക്ക് ഋഷിയിലൂടെ ഒരു ആശ്വാസം കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡിലൂടെ കാണുന്നവരെ നമസ്കാരം.